നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങൾ എത്രയായിരുന്നു, വനിതാ അംഗങ്ങൾ, അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 3, 4, 5 എപ്പിസോഡുകളോളം ആക്കിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് അത്രത്തോളം ഗുണകരമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ 2 എപ്പിസോഡുകളുടെ തുടർച്ചയാണ്. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് കേട്ടിട്ട് വന്നിട്ട് വേണം ഈ എപ്പിസോഡ് കേൾക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. പാകിസ്ഥാൻ ഒരു പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്നതുകൊണ്ട് അത് രൂപീകരിച്ചത് 1947 ജൂൺ 3-ാം തീയതിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പാകിസ്ഥാന് ഒരു പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1947 ജൂൺ 3-നാണ്. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പുതിയ അംഗങ്ങൾ എന്ന് പറയുന്നത് 299 അംഗങ്ങളാണ്. എന്താണ്, പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പുതിയ അംഗങ്ങളെന്ന് പറയുന്നത് 299 ഈ 299 അംഗങ്ങളിൽ ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 226 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 226 അംഗങ്ങളും ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 3 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. വിഭജനത്തിന് മുമ്പ് നമുക്കറിയാം 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിഭജന ശേഷം 3ആയിട്ട് മാറി. ബലൂചിസ്ഥാൻ എന്തായി, പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? നാട്ടുരാജ്യങ്ങളിൽ നിന്നും 70 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 അംഗങ്ങളാണുള്ളതെന്ന് പറഞ്ഞല്ലോ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മൈസൂറാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം മൈസൂറാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 17 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. അതായത് വിഭജനത്തിനൊക്കെ മുൻപ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ പോർഷൻ ഒന്നും കൂടി പറഞ്ഞിട്ട് അടുത്തത് നോക്കാം. ഇനി പാകിസ്ഥാൻ ഒരു പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1947 ജൂൺ 3-ാം തീയതിയാണ്. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പുതിയ അംഗങ്ങൾ എന്ന് പറയുന്നത് 299 വിഭജന ശേഷം ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 226 പേരും ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് 3 പേരുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ വിഭജന ശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം എന്ന് പറയുന്നത് മൈസൂറാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17. സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രയാണെന്ന് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 15 അംഗങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ പക്ഷേ ഈ 15 അംഗങ്ങളിലും 9 സ്ത്രീകൾ മാത്രമാണ് പങ്കെടുത്തത്. 15 അല്ല, 17 അംഗങ്ങളിലും ആകെ ആദ്യം പങ്കെടുത്തത് 9 പേരാണ്. പിന്നെ വിഭജനത്തിന് ശേഷം 15 അംഗങ്ങളാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആ 15 വനിതാ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത,
കമല ചൗധരി, ലീല റായ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്. അടുത്ത് സരോജിനി നായിഡു, സുജേത കൃപ്ലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്കർ. അങ്ങനെ 15 വനിതാ അംഗങ്ങളാണ് വിഭജനശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഈ 15 അംഗങ്ങളിൽ 3 വനിതകൾ എന്താണ്, മലയാളികളായിട്ടുള്ള വനിതകളാണ്. അവരാരൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ആനി മസ്ക്രിനാണ്. പിന്നീടുണ്ടായിരുന്ന മലയാളി വനിതകൾ എന്ന് പറയുന്നത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം 15 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 15 വനിതാ അംഗങ്ങളിൽ 3 പേര് മലയാളികളായിട്ടുള്ളവരാണ്. ഒന്ന് അമ്മു സ്വാമിനാഥൻ, മറ്റൊന്ന് ദാക്ഷായണി വേലായുധൻ, മറ്റൊന്ന് ആനി മസ്ക്രിൻ. ആകെ 15 അംഗങ്ങളാണുള്ളത്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റായ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപ്ലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്ക്രിൻ. ഇത് ചില പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമുക്കതിൽ കുറച്ച് സുപരിചിതമായ പേരുകളുള്ളവരെ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറാകുന്ന വനിതയാണ് സരോജിനി നായിഡു. ഈ 15 വനിതാ അംഗങ്ങളിൽ ഒരാളാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറാകുന്ന വനിത. ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. അതുപോലെ തന്നെ അംബാസഡർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. നെഹ്റുവിൻ്റെ സഹോദരിയാണ്. രണ്ടാമത്തെ ഒരു അംഗത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. അപ്പം അംബാസഡർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറാകുന്ന വനിതയാണ് സരോജിനി നായിഡു. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് സുജേത കൃപ്ലാനി. അപ്പോൾ മൂന്നാമത്തെ ഒരാളെയും നമ്മൾ പഠിച്ചു. സുജേത കൃപ്ലാനി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ്. അതുപോലെ തന്നെ രാജ്കുമാരി അമൃത് കൗർ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ പദത്തിലെത്തിയ ആദ്യ വനിതയും ആരാണ്? രാജ്കുമാരി അമൃത് കൗറാണ്. പിന്നെ ദുർഗാഭായ് ദേശ്മുഖ് നമുക്കറിയാം, CD ദേശ്മുഖിൻ്റെ ഭാര്യയാണ്. അപ്പം ആരൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറാകുന്ന വനിതയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 അംഗങ്ങളിൽ ഒരാളാണ്. അംബാസഡർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമായിരുന്നു. പിന്നീട് സുജേത കൃപ്ലാനി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ്. സുജേത കൃപ്ലാനിയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. അതുപോലെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ പദത്തിലെത്തിയ ആദ്യത്തെ വനിതയും കൂടിയാണ്. അങ്ങനെ രാജ്കുമാരി അമൃത് കൗറും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമാണ്. പിന്നെ ദുർഗാഭായ് ദേശ്മുഖും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമാണ്. പിന്നീട് നമ്മൾ 3 പേരുടെ പേര് പറഞ്ഞിരുന്നു. മലയാളികളായിട്ടുള്ള 3 വനിതകൾ: അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. ഇവർ 3 പേരും ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളായിട്ടുള്ള വനിതാ അംഗങ്ങളാണ്. പിന്നെ അടുത്ത കുറച്ച് വനിതകളുടെ പ്രത്യേകത നോക്കാം. ഒന്ന്, ബീഗം ഐസാസ് റസൂൽ. ബീഗം ഐസാസ് റസൂലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയായിട്ടുണ്ടായിരുന്നത്. ബീഗം ഐസാസ് റസൂലാണ്. അതുപോലെ ഏക ദളിത് വനിതയാണ് മലയാളി ആയിട്ടുള്ള ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. അതുപോലെ ഹൻസ ജീവരാജ് മേത്ത. ഹൻസ മേത്ത സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രതീകമായിട്ട്, മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകമായിട്ട് ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൈമാറിയത് ഹൻസ ജീവരാജ് മേത്തയാണ്. അപ്പോൾ ഹൻസ മേത്തയെ പറ്റിയും നമുക്ക്
മനസ്സിലായി. എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുഴുവൻ സ്ത്രീകളുടെയും പ്രതീകമായിട്ട് ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൈമാറിയത് ഹൻസ ജീവരാജ് മേത്തയാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. ഈ മലയാളി അംഗങ്ങളുടെ എല്ലാം പേരുകൾ പഠിച്ചു വെക്കണം എന്നില്ല. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് 6 മലയാളികളായിട്ടുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. പട്ടം താണുപിള്ള, ആർ ശങ്കർ, ആനി മസ്ക്രിൻ, പി ടി ചാക്കോ, കെ എ മുഹമ്മദ്, പി എസ് നടരാജപിള്ള. ഇതിൽ നമ്മൾ ആനി മസ്ക്രിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ 15 അംഗങ്ങളിൽ 3 മലയാളികളായിട്ടുള്ള വനിതകളാണ് ഉണ്ടായിരുന്നത്. ആ 3 വനിതകളിൽ ഒരാളാണ് ആനി മസ്ക്രിൻ. തിരുവിതാംകൂറിനെ റെപ്രസെൻ്റ് ചെയ്താണ് ആനി മസ്ക്രിൻ ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അതൊന്ന് ഓർത്ത് വെക്കുക. കൊച്ചിയിൽ നിന്നും ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. മദ്രാസിൽ നിന്നാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും എ കെ മേനോനും ഉണ്ടായിരുന്നത്. അതിൽ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. മദ്രാസിൽ നിന്നുണ്ടായിരുന്ന മറ്റ് ചിലരാണ് കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, ബി പോക്കർ സാഹിബ് ബഹദൂർ, പി കുഞ്ഞിരാമൻ, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, കെ മാധവ മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, ഇവരൊക്കെ. ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാളുണ്ടായിരുന്നത് ജോൺ മത്തായി ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുണ്ടായിരുന്ന ആളാണ് ജോൺ മത്തായി. പിന്നീട് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ശ്രദ്ധേയമായിട്ട് ഓർത്തു വെക്കേണ്ടത് അവിടുത്തെ പാഴ്സി പ്രതിനിധി. നമ്മൾ പറഞ്ഞിരുന്നു മുസ്ലിം, പാഴ്സി, ജനറൽ, അങ്ങനെ പ്രതിനിധികളുണ്ടായിരുന്നു. അതിൽ പാഴ്സി പ്രതിനിധിയായിരുന്നു എച്ച് ഡി മോദി. പാഴ്സി പ്രതിനിധിയായിരുന്നു എച്ച് ഡി മോദി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആൻ്റണി. ഫ്രാങ്ക് ആൻ്റണിയുടെ കാര്യം നമ്മൾ തൊട്ട് മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ താൽക്കാലികമായിട്ടുള്ള ഉപാധ്യക്ഷനായിരുന്നു ഫ്രാങ്ക് ആൻ്റണി. താൽക്കാലിക ഉപാധ്യക്ഷനായിരുന്നത് ഫ്രാങ്ക് ആൻ്റണിയാണ്. അതുപോലെ ന്യൂനപക്ഷ പ്രതിനിധിയാണ് എച്ച് സി മുഖർജി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ന്യൂനപക്ഷ പ്രതിനിധിയാണ് എച്ച് സി മുഖർജി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആൻ്റണി. പാഴ്സി പ്രതിനിധിയാണ് എച്ച് ഡി മോദി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. ഇത് എല്ലാം കൂടി ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാകിസ്ഥാന് ഒരു പ്രത്യേക ഭരണഘടന വേണം എന്ന ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. അങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് 1947 ജൂൺ 3-നാണ്. പാകിസ്ഥാൻ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ അംഗങ്ങൾ പിന്മാറിയപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പുതിയ അംഗങ്ങൾ എന്ന് പറയുന്നത് 299 വിഭജനത്തിന് ശേഷം ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 226 പേരും ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 3 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 70 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. വിഭജനശേഷം പാകിസ്ഥാനിലായ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയച്ച നാട്ടുരാജ്യം മൈസൂറാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17 ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം വനിതാ അംഗങ്ങൾ 15 അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് 9 വനിതകളായിരുന്നു. ഈ 15 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ, ഈ 3 പേരും മലയാളികളായിട്ടുള്ള അംഗങ്ങളാണ്. ബീഗം ഐസാസ് റസൂൽ, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റായ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപ്ലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആനി മസ്ക്രിൻ, ഇത്രയും അംഗങ്ങളാണ്. ആകെ 15 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. വനിതാ അംഗങ്ങൾ 15 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറാകുന്ന വനിതയാണ് സരോജിനി നായിഡു. അംബാസഡർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയാണ് സുജേത കൃപ്ലാനി.
കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആദ്യ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ വനിതയുമാരാണ് രാജ്കുമാരി അമൃത് കൗറാണ്. ദുർഗാഭായ് ദേശ്മുഖ്, CD ദേശ്മുഖിൻ്റെ ഭാര്യയാണ് ദുർഗാഭായ് ദേശ്മുഖ്. അതുപോലെ ഏക മുസ്ലിം വനിതയായിട്ടുണ്ടായിരുന്നത് ബീഗം ഐസാസ് റസൂലായിരുന്നു. ഏക ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് സ്ത്രീകളുടെ പ്രതീകമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ദേശീയ പതാക കൈമാറിയത് ഹൻസ ജീവരാജ് മേത്തയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങളാണ് ഇനി നോക്കിയത്. തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, R ശങ്കർ, ആനി മസ്ക്രിൻ, PT ചാക്കോ, KA മുഹമ്മദ്, PS നടരാജപിള്ള. കൊച്ചിയിൽ നിന്നും പനമ്പള്ളി ഗോവിന്ദമേനോൻ, മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, AK മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ സാഹിബ് ബഹദൂർ, P കുഞ്ഞിരാമൻ, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, K മാധവ മേനോൻ, അബ്ദുൽ സത്താർ ഹാജി. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ജോൺ മത്തായി. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പാഴ്സി ആയിട്ടുള്ള പ്രതിനിധി എന്ന് പറയുന്നത് HD മോദി ആയിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആൻ്റണി. ന്യൂനപക്ഷ പ്രതിനിധിയായിരുന്നു HC മുഖർജി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീണ്ടും വീണ്ടും കേട്ട് ഈ കാര്യങ്ങൾ അത്രയും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. തൊട്ട് മുൻപത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട്, കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.